ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ആംബൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ബിരിയാണി വെക്കുന്നത് കുക്കറിലാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്ക, ഒരു 2 കഷ്ണം കറുവപ്പട്ട, ഒരു 4 ഗ്രാമ്പൂ, ഇനി ഇതിലേക്ക് ഒരു 2 സവാള നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് എരിവിൻ്റെ ആവശ്യത്തിന് 1-2 ചേർക്കാം. ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി മുരിച്ചെടുക്കണം. ഈ സമയത്ത് ഒരു 2-3 കാശ്മീരി മുളക് ഒരു ചെറു ചൂടുവെള്ളത്തിലിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഉള്ളിയെല്ലാം മൊരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ പൊട്ടലൊക്കെ മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം ഒരു വലിയ പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും പുതിനയിലയുമാണ്. ഒരു പിടിയോളം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാലേൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ. നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് എടുത്തേക്കുന്നത് 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് ബിരിയാണി അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റോളം നമുക്ക് വെള്ളത്തിൽ കുതിർത്താൻ മാറ്റി വയ്ക്കാം. നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം നമുക്കിത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഡ്രൈ ആക്കി മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അതിന് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1:2 എന്ന അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ. അങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ആംബൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട ചോറൊന്നും അധികം വെന്ത് കുടഞ്ഞു പോയിട്ടില്ല. ഈ ഒരളവാണ് എനിക്ക് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഈ ആംബൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഒന്ന് തയ്യാറാക്കി നോക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം കൂടുക. അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.